ഹായ് ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ ശരി, വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ബട്ടർ ചിക്കന് ആവശ്യമായ ചിക്കൻ വേവിച്ചെടുക്കാം. നമുക്ക് ചിക്കന് ആവശ്യമായ ഉപ്പ്, ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ചിക്കൻ വേവിക്കാം. അപ്പം നമ്മൾ ഒരു കപ്പ് വെള്ളവും ഉപ്പും ചേർത്ത് നമ്മുടെ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി അതിനാവശ്യമായ 2 സവാള വഴറ്റിയെടുക്കാം. നമുക്ക് സവാള വഴറ്റാനുള്ള എണ്ണ ഒഴിക്കാം. നമുക്ക് സവാള വഴറ്റിയെടുക്കാം. സവാള വഴറ്റി ചൂടാറുമ്പോൾ നമുക്ക് അരച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് സവാള വഴറ്റിയെടുക്കാം, നല്ലപോലെ വഴറ്റിയെടുക്കാം. സവാളയിലേക്ക് ലേശം ഉപ്പിട്ടേക്കാം. അത്ര ഉപ്പ് മതിയാവും, നമ്മൾ ചിക്കൻ ഉപ്പിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ബട്ടർ ചിക്കന് ആവശ്യമായ ചിക്കൻ വറുത്തെടുക്കാം. 100 ഗ്രാം ബട്ടറാണ്. ഗ്രാമിൻ്റെ ഒരു ബട്ടർ ഇട്ടുണ്ട്. അതൊന്ന് ഉരുകി വരട്ടെ. നമ്മുടെ ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് മൂത്ത് വരട്ടെ. ഒരുപാട് മൂക്കണ്ട, വെന്ത ചിക്കനാണ്, അതുകൊണ്ട് കുറച്ചൊന്ന് മൂത്ത് വരും. എന്നിട്ട് നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. ഇനി നമുക്ക് നമ്മൾ വഴറ്റി വെച്ച 2 സവാള വഴറ്റി, അത് നാല് തക്കാളി തൊലി കളഞ്ഞത്, 4 മുഴുവൻ തക്കാളി വേവിച്ച് തൊലി കളഞ്ഞത്, ഒരു 12 കാഷ്യനട്ട്, ഇതൊക്കെ കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 12 കാഷ്യനട്ടും പിന്നെ 4 തക്കാളി വേവിച്ച് തൊലി കളഞ്ഞതും നമ്മുടെ 2 സവാള വഴറ്റിയതും എല്ലാം കൂടി നല്ല അരച്ച് പേസ്റ്റാക്കിയിരുന്നു. അത് നമുക്ക് ബട്ടർ ചിക്കനിലേക്ക് ആഡ് ചെയ്യണം. നമ്മുടെ ചിക്കൻ ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, 6 ഏലക്ക, 6 ഗ്രാമ്പു, 3 ചെറിയ കഷ്ണം പട്ട, ഇത്രയും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മുളക് പൊടി, 2 വലിയ സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ട് വരെ നമുക്ക് ഇളക്കാം.
പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവാള വഴറ്റിയത്, 4 തക്കാളി, ഒരു 12 അണ്ടിപ്പരിപ്പ് ഇത്രയും നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എണ്ണ തെളിഞ്ഞു വന്നവരെ വെയിറ്റ് ചെയ്യാം. നല്ലോണം ചിക്കനിലേക്ക് അരപ്പൊക്കെ ശരിക്കും പിടിച്ച് വന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബട്ടർ ചിക്കനിൽ ബട്ടർ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവയിലയുടെ പൊടി കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 മുട്ട പുഴുങ്ങി ഗ്രേറ്റ് ചെയ്ത് അതും കൂടി ചേർത്ത് നമ്മുടെ ബട്ടർ ചിക്കൻ ഫിനിഷായി, എല്ലാം റെഡിയായി. അടിപൊളി ബട്ടർ ചിക്കനാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട 2 മുട്ട പുഴുങ്ങി ഗ്രേറ്റ് ചെയ്തിട്ടു, കസൂരി മെത്തി ഇട്ടു, ഉലുവ മല്ലിയില ഇട്ടു, എല്ലാം ഇട്ട് ബട്ടർ ചിക്കൻ റെഡിയായി. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു അടിപൊളി ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, സൂപ്പറാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.